നമസ്കാരം. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനായി ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം രാജീവ് ചന്ദ്രശേഖറിനെ നിയോഗിച്ചിരിക്കുന്നത് കൃത്യമായ മാസ്റ്റർ പ്ലാനോടെയാണ് എന്ന് തന്നെ പറയാം. ഇക്കുറി സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മത്സരം സൃഷ്ടിക്കുക എന്നതാണ് ഭാവിയെ നോക്കിക്കണ്ട് ബി.ജെ.പി. ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത്. മണ്ഡലങ്ങളിലെ ഡേറ്റകൾ ശേഖരിച്ച് ഓരോ മണ്ഡലത്തിനും പ്രത്യേകം പ്ലാൻ അടക്കം തയ്യാറാക്കുകയാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. ഇതിന് പറ്റിയ ആളാണ് രാജീവ് എന്നാണ് ബി.ജെ.പിയുടെ കണക്കുകൂട്ടൽ. കൂടാതെ പരമ്പരാഗത ബി.ജെ.പി. ശൈലിയിൽ നിന്നും മറികടന്ന് കേരളത്തിലെ മധ്യവർഗത്തെ അടുപ്പിച്ചു കൊണ്ടുപോകുക എന്നതാണ് പ്രധാന ലക്ഷ്യം. കാരണം ഇന്നലെ ചുമതലയേറ്റ രാജീവ് തന്റെ ലക്ഷ്യം എന്താണെന്ന് തുറന്നു പറഞ്ഞു കഴിഞ്ഞു. വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ ബി.ജെ.പിക്ക് നിലവിലുള്ള 20% വോട്ടിൽ നിന്നും 30% മുകളിലേക്ക് വർദ്ധിപ്പിക്കണമെന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൂടാതെ 40 മണ്ഡലങ്ങളിൽ 30% വോട്ട് പിടിക്കാനുള്ള പ്രവർത്തന രൂപരേഖ തയ്യാറാക്കാനും നിർദ്ദേശമുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് ശതമാനം വിലയിരുത്തി കോർ കമ്മിറ്റിയും പ്രഭാരിയും ചേർന്നുണ്ടാക്കിയ പ്രവർത്തന തന്ത്രം ദേശീയ നേതൃത്വത്തിനും കൈമാറിയിരിക്കുകയാണ്. 35,000 മുകളിൽ വോട്ട് ലഭിച്ച 60 നിയമസഭാ മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച മറ്റൊരു പദ്ധതിയും ബി.ജെ.പി. തയ്യാറാക്കുകയാണ്. കഴിവ് തെളിയിച്ച പുതിയ നേതാക്കളെ സംസ്ഥാന നേതൃപദവികളിൽ എത്തിക്കണമെന്നും കൂടുതൽ അവസരം നൽകണമെന്നുമാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ നിർദ്ദേശം. മറ്റുപാധികളിലൂടെ നേതൃതലത്തിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നതിനോട് അദ്ദേഹത്തിന് വിയോജിപ്പുണ്ട്. ബി.ജെ.പിയിൽ ഇനി ഗ്രൂപ്പിസം ഉണ്ടാകില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. ഇത് സംസ്ഥാന ബി.ജെ.പിയിലെ ഗ്രൂപ്പ് മാനേജർമാർക്കുള്ള താക്കീത് കൂടിയാണ് നൽകുന്നത്. എന്തായാലും വ്യക്തികളുടെ ടീമല്ല, യുവാക്കളടങ്ങിയ ബി.ജെ.പിയുടെ ടീം കേരളത്തിൽ ഉണ്ടാകുമെന്ന സൂചനയാണ് രാജീവിന്റെ വാക്കുകളിൽ മുഴങ്ങുന്നത്. കേരളത്തിൽ മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനായി താൻ ഉണ്ടാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ബി.ജെ.പിക്ക് കേരളത്തിൽ പുതിയ മുഖം നൽകാനെത്തുന്ന രാജീവ് ചന്ദ്രശേഖർ സംഘടനയെ നയിക്കുന്നത് എങ്ങനെയെന്നാകും എല്ലാവരും ഇനി ഉറ്റുനോക്കുക. വ്യവസായ പ്രമുഖനിൽ നിന്ന് സമ്പൂർണ്ണ രാഷ്ട്രീയക്കാരനായി മാറേണ്ടി വരുമ്പോൾ രാജീവിലൂടെ കേരള പാർട്ടിക്ക് പ്രൊഫഷണൽ ശൈലി കൈവരുമെന്നാണ് ബി.ജെ.പി. കരുതുന്നത്. ഒപ്പം പരമ്പരാഗത രീതികളും വഴിമാറും. എന്നാൽ പ്രായോഗിക രാഷ്ട്രീയത്തിൽ പുതിയ മുഖമായി രാജീവ് ചന്ദ്രശേഖറിന് പാർട്ടിയെ നയിക്കാൻ പുതിയ മെയ്വഴക്കം ശീലിക്കേണ്ടതായും വരും. പാർട്ടിക്കുപരി സ്വീകാര്യതയുള്ള ഫുൾ ടൈം പാർട്ടിക്കാരനല്ലാത്ത രാജീവിനെ സർപ്രൈസ് പ്രസിഡന്റ് ആക്കിയതിലൂടെ കേരളത്തിൽ പുതിയ പരീക്ഷണം തന്നെയാണ് ബി.ജെ.പി. നടത്തുന്നത്. അതേസമയം കേരള ബി.ജെ.പിയിൽ ഗ്രൂപ്പില്ലെന്നത് നേതാക്കളുടെ ആണയിടൽ മാത്രമാണ്. അടിത്തട്ടിലെ നീക്കങ്ങൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണെന്ന് അണികൾക്ക് എന്നതുപോലെ കേന്ദ്ര നേതൃത്വത്തിനും അറിയാം. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് മാനേജർമാർക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് നമ്മുടെ രാജീവ് ചന്ദ്രശേഖറിന്റെ കടന്നുവരവ്. നേതൃനിരയിലെ പ്രമുഖരെയെല്ലാം ചേർത്ത് പിടിച്ചും ഒപ്പം നിർത്തിയും വരുന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പിന് പാർട്ടിയെ ഒരുക്കുകയെന്ന വെല്ലുവിളിയാണ് ഇപ്പോൾ രാജീവിന് മുന്നിലുള്ളത്. അതിനുവേണ്ടി താഴെ തട്ടിലേക്ക് ഇറങ്ങാൻ സാധാരണ പ്രവർത്തകർക്കൊപ്പം ചേരാൻ പുതിയ രാഷ്ട്രീയ വഴക്കവും അദ്ദേഹം ശീലിക്കേണ്ടതായി വരും. അതേസമയം രാജീവ് ചന്ദ്രശേഖർ കേരളത്തിന് കൂടുതൽ സുപരിചിതനായത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായതോടെയാണ്. മുഖ്യ എതിരാളിയായി ശശി തരൂറിന്റെ 2019 ഭൂരിപക്ഷമായ 99,989 വോട്ട് 2024 16,077 താഴ്ത്തി 2ാം സ്ഥാനത്തെത്തിയാണ് രാജീവ് തന്റെ കഴിവ് തെളിയിച്ചത്. രാഷ്ട്രീയത്തിന് അതീതമായ സ്വീകാര്യത ലഭിച്ചുവെന്നായിരുന്നു രാജീവിന്റെ അന്നത്തെ വിലയിരുത്തൽ. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം രാജീവ് ചന്ദ്രശേഖർ തലസ്ഥാനത്ത് സജീവമാവുകയും താമസ സൗകര്യം ഒരുക്കുകയും ചെയ്തതോടെ അടുത്ത നിയമസഭയോ ലോക്സഭയോ അദ്ദേഹം ലക്ഷ്യമിടുന്നു എന്ന കണക്കുകൂട്ടലിലായിരുന്നു എല്ലാവരും. എന്തായാലും പാർട്ടി നേതൃത്വത്തിൽ മൊത്തത്തിൽ അഴിച്ചുപണിയുണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന വിവരം.